العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വളരെയേറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുർആനിൻ്റെ അഭിസംബോധനയുമായി ബന്ധപ്പെട്ട് അന്നാസിനെയാണ്, മനുഷ്യകുലത്തെയാണ് ഖുർആൻ വിളിക്കുന്നത്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് മാനവരാശിക്കാണ്, പ്രവാചകനെ നിയോഗിക്കപ്പെട്ടത് മാനവ കുലത്തിനാണ് എന്ന കാര്യമാണ് ഊന്നൽ നൽകി നമ്മൾ പറഞ്ഞിരുന്നത്, വിശുദ്ധ ഖുർആനിൻ്റെ അനേക വചനങ്ങളുടെ പിന്തുണയോടെ. നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം, ഒരുപാട് പള്ളികളുണ്ട്, ഒരുപാട് പള്ളികളിൽ വിജ്ഞാനമുണ്ട്, വ്യത്യസ്തരായ അറിവും കഴിവും വാചാലതയും ഒക്കെയുള്ള ആളുകളിൽ നിന്ന് നമ്മുടെ വിഷയം കേൾക്കുന്നുണ്ട്. പക്ഷെ വിശുദ്ധ ഖുർആനിൽ ഇത്രാമത്തെ അധ്യായം ഇന്ന വചനം എന്ന് കൃത്യമായി ഒരുപാട് വചനങ്ങൾ കേൾക്കാനും പിന്നീട് അത് ഓർത്തു വെച്ച് സ്വയം പഠിക്കാനും വളരെ എളുപ്പത്തിൽ നമുക്ക് അവസരം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഈ പള്ളിയുടെ ഒരു പ്രത്യേകതയായി നിങ്ങൾ മനസ്സിലാക്കും. ഇന്ന് ഞാൻ പറയുന്നത്, കഴിഞ്ഞ ആഴ്ച നമ്മൾ മനുഷ്യകുലത്തെ വിളിച്ചിട്ടാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ദേശത്തെയോ ജാതിയെയോ വിഭാഗത്തെയോ ഒന്നുമല്ല, മറിച്ച് ലോകത്ത് മനുഷ്യനെന്ന് ആരെയൊക്കെ നമ്മൾ വിളിക്കുമോ അവരെയെല്ലാം, അത് ആദിവാസി ആയിക്കോട്ടെ, കലാപാനിയിൽ ജീവിക്കുന്ന ആളുകളായിക്കോട്ടെ, ദ്വീപുകളിൽ ആമസോൺ കാടുകളിൽ ഒക്കെ ജീവിക്കുന്ന മനുഷ്യരെന്ന് പറയാൻ പറ്റിയ ആരൊക്കെയുണ്ടോ അവരെയെല്ലാം അള്ളാഹു വിളിച്ചുകൊണ്ടാണ്
ഇസ്ലാമിൻ്റെ സന്ദേശം അവതരിപ്പിക്കുന്നത് എന്നുള്ള പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ ഇന്നത്തെ ഒരു ലോകത്ത് നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്, സൗഹൃദങ്ങളുണ്ട്, അതുപോലെ സന്ദർഭങ്ങളുണ്ട്. നമ്മൾ വിദേശ യാത്ര നടത്തുന്നവരാണ്, ട്രെയിൻ യാത്ര നടത്തുന്നവരാണ്, മാർക്കറ്റുകളിൽ നമ്മൾ പല വസ്തുക്കളും സപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പം നമുക്ക് നിരന്തരമായ ഒരു കോണ്ടാക്ട്, ജാതി മതമൊന്നുമില്ല, എല്ലാ വിഭാഗവുമായി നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്നുണ്ട്. അപ്പം അവരോടെല്ലാം നമുക്ക് ഒന്നാമതായി പറയാനുള്ളത് എന്ത്? ഇപ്പം നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, പ്രവാചകന്മാർ റോൾ മോഡലുകളാണ്, മാതൃകകളാണ്. സൂറത്ത് അനാമിൽ 6-ാം അധ്യായത്തിൽ 18 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞു. 1, 2, 3 വചനങ്ങളിലായി 18 പ്രവാചകന്മാരുടെ പേര്. നമുക്കറിയാം ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ പേരും. അതിലൊരു അധ്യായത്തിൽ തുടർച്ചയായി 18 പ്രവാചകന്മാരുടെ പേര്. ഓർക്കേണ്ടതാണ് എല്ലാവരും. പലപ്പോഴും മതം ഒരു വികാരമായി തീർന്ന ഒരു ലോകത്ത് വിചാരമായി മാറേണ്ട പോയിന്റാണ് ഈ പറയുന്നത്. ഈ 18 പ്രവാചകന്മാരുടെ പേരെടുത്തിട്ട് അല്ലാഹ് പറഞ്ഞു, ഇവരൊക്കെ ഹിദായത്തിലായിരുന്നു, ഇവരെല്ലാവരും നിങ്ങളെ ഹിദായത്തിലേക്ക് നയിച്ചവരുമാണ്, ഇവരുടെ മാർഗം നിങ്ങൾക്ക് അവലംബിക്കാം. സൂറത്ത് അംബിയ എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്, ഖുർആനിലെ 21-ാമത്തെ അധ്യായമാണ്. ഈ അമ്പിയാക്കളുടെ, അതിൽ അമ്പിയാക്കളെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നത്. തുടർച്ചയായിട്ട് കുറെ പ്രവാചകന്മാരുടെ ഹിസ്റ്ററി പറയുന്നു. പിന്നെ വദ്കുറുഫിൽ കിതാബി ഇബ്രാഹിം, വദ്കുറുഫിൽ കിതാബി ഇസ്മായിൽ. സൂറത്ത് മറിയമിലാണ്, 19-ാം അധ്യായമാണ്. 41 മുതൽ അതങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ സൂറത്ത് ശുഅറാ നോക്കിയാലും കാണാം, വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. പ്രവാചകന്മാരിങ്ങനെ പറയാണ്, ഇതിന്റെ പേരിൽ ഞങ്ങൾ നിങ്ങളോട് ഒന്നും വാങ്ങണില്ല, ഞങ്ങളുടെ പ്രതിഫലം അള്ളാന്റെ അടുത്തു നിന്നാണ്. ഇതേ കാര്യം സൂറത്ത് ആറാഫിലും കാണാം, ഖാലയാ ഖൗമി അബ്ദുല്ലാഹ്. ഓരോ വിഭാഗത്തിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചു. ഖാലയാ ഖൗമി അബ്ദുല്ലാഹ്, അവരൊന്നാമതായി പറഞ്ഞ കാര്യമാണ് അവിടെ ഒക്കെ പറയുന്നത്. സമഗ്രമായി ഖുർആൻ വായിക്കാൻ എല്ലാവർക്കും മുഫസ്സിരീങ്ങളാകാൻ കഴിയോ? ഇല്ലല്ലോ, നമുക്കാർക്കും അത് കഴിയില്ല. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ സ്ഥാനത്തേക്ക് വരാൻ എനിക്കോ നിങ്ങൾക്കോ പറ്റുമോ? പറ്റില്ല. ഇമാം ബുഖാരിയാകാൻ നമുക്ക് പറ്റുമോ? ഇല്ല. ഇബ്നു ജരീർ തബ്രി ആകാൻ പറ്റുമോ? ഖുർത്തുബി ആകാൻ പറ്റുമോ? ഇല്ല. ഇമാം റാസി ആകാൻ പറ്റുമോ? ഇബ്നു കസീർ ആകാൻ പറ്റുമോ? ഇല്ല. ആധുനികമായി അറബ് രാജ്യത്തറിയുന്ന പണ്ഡിതന്മാരോടും പോലും നമ്മൾ ഉയരുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ ഖുർആൻ മാനവരാശിക്കുള്ളതാണെങ്കിൽ 17-ാം അധ്യായം അതിലെ 9-ാമത്തെ വചനം, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്ക് മാനവരാശിയെ നയിക്കാൻ അള്ളാഹ് അവതരിപ്പിച്ച ഗ്രന്ഥം. അങ്ങനെ എന്താണ്? ഒരു വിഷയം ഉണ്ടായി, ആ വിഷയത്തിൽ ഏറ്റവും കറക്റ്റായ മാർഗം ആര് പറഞ്ഞു തരും? ക്രിസ്ത്യാനി പറഞ്ഞു തരുമോ? ബൈബിളുണ്ടോ? സന്നബസ്തിലുണ്ടോ? തൽമൂദിലുണ്ടോ? ഉപനിഷത്തുകളിലുണ്ടോ? ആരണ്യകങ്ങളിൽ ശ്രുതികളിലുമുണ്ടോ? സ്മൃതികളിലുണ്ടോ? മഹാഭാരതത്തിലുണ്ടോ? രാമായണത്തിലുണ്ടോ? ഋഗ്വേദത്തിലുണ്ടോ? അഥർവവേദത്തിലുണ്ടോ? ഇങ്ങനൊക്കെയാണല്ലോ നമ്മുടെ രാജ്യത്തെ വേദങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിലൊന്നുമില്ല. എന്നാൽ എല്ലാം ഏറ്റവും കറക്റ്റായി പറയുന്ന ഒരു ഗ്രന്ഥമുണ്ടോ? അവകാശവാദമാണ് ഖുർആനാണ്. ഒരു വ്യക്തി എഴുതുമ്പോൾ, അടുത്ത പോയിന്റാണ്, ഒരു വ്യക്തി എഴുതുമ്പോൾ അയാൾക്ക് പറയാൻ പറ്റുമോ ലോകം അവസാനിക്കണവരെ ഇതിന്റെ അത്ര ബെറ്ററായ ഒരു ഗ്രന്ഥം ഉണ്ടാവില്ല? അത് നമ്മൾ ആരും വകച്ചു കൊടുക്കുമോ? ഇല്ല. അതിനേക്കാൾ മെച്ചപ്പെട്ട് മുമ്പ് എഴുതിയിട്ടുണ്ടാവും, വരാനിരിക്കുന്ന തലമുറയിലും ഉണ്ടാവും. പക്ഷെ ഒരു ഗ്രന്ഥം തല ഉയർത്തി എന്ന് പറയാണ്, ഏറ്റവും ചൊവ്വായതിലേക്ക് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയത്തിലും. ആ പോയിന്റ് ശരിക്കും മനസ്സിലാക്കുക. മനുഷ്യർ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയത്തിലും ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ ഗ്രന്ഥം നിങ്ങളെ നയിക്കുന്നു എന്നാണ്. ഇത് കയ്യിൽ പിടിച്ചൊരു സമൂഹം ഉണ്ടല്ലോ അവിടെ, മുസ്ലിങ്ങൾ. അവരെ കുറിച്ചാണ് ഞാൻ എന്ന് പറയുന്നത്. അവർക്കെങ്കിലും ആ ഖുർആൻ ശരി, ബാക്കിയുള്ള ആളുകൾ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു, അന്നാസിനെയാണ്, മാനവകുലത്തെയാണ് ഖുർആൻ വിളിക്കുന്നത്.
എന്നാ ഇത് കയ്യിലേന്തി ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഗ്രന്ഥമുണ്ട് എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ അവസ്ഥ എന്ത്? അതാണ് ഇന്ന് നമ്മൾ ഈ വിഷയകമായി നമ്മൾ പറഞ്ഞു. ഖുർആൻ മനുഷ്യരാശിക്കുള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഹൃദയത്തിൽ അതിങ്ങനെ കയറി നിൽക്കണം. എന്നാ പോരെ, എല്ലാ ടൈമിലും അതിനെക്കുറിച്ചൊരു ഓർമ്മ വേണം. ഖുത്ബ കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ മെല്ലെ ഇറങ്ങി പിന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഷൂലിലാവുമ്പോൾ എന്തായിരുന്നു അയാൾ പറഞ്ഞത്? നല്ലൊരു വിഷയമായിരുന്നു. അത് നിങ്ങൾ പള്ളി കമ്മിറ്റി പെട്ടവരോട് വരെ ഓരോ കുറ്റമല്ല കേട്ടോ, ഒരു പള്ളിയുടെയും കുറ്റമല്ല. എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ഖുത്ബ എന്ന് ചോദിച്ചാൽ അത് മൊത്തത്തിൽ പറയാനേ കഴിയും. ഓരോന്നും തുടക്കം മുതൽ ഒടുക്കം വരെ പറയാൻ നന്നായി ശ്രദ്ധിക്കുന്നവർക്ക് കഴിയുന്ന കാര്യമാണ്. ആരുടെയും കുറ്റമല്ല, പക്ഷേ മൊത്തത്തിൽ പറയാനേ നമുക്ക് പറ്റൂ. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളെല്ലാം തുടക്കം മുതൽ ഒടുക്കം വരെ ഓരോ പോയിന്റ് ശ്രദ്ധിച്ചു പോകണം. അതെ, ആ രൂപത്തിൽ ഞാനിവിടെ ഒരു ഖുത്ബ കൊണ്ടുവരുമ്പോ ഇത് മുഴുവനും ഇന്നത്തെ ഖുത്ബക്കുള്ള ഖുർആനായത്ത് മാത്രമാണ്. യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്, ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ ഉത്ബുദ്ധരാക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നോട്ട് എല്ലാ വെള്ളിയാഴ്ചയും കൊണ്ടുവരുന്നത്. എന്തിനാ? ഇതൊരാൾ ചോദിക്കണം, ഉസ്താദേ അതിങ്ങ് തരുമോ എന്ന് വെച്ചാൽ എനിക്ക് കൊടുക്കാൻ പറ്റും. ഇനി അയാളിൽ നിന്ന് വേറെ ആർക്കും കോപ്പി എടുക്കാൻ പറ്റും? അയാൾക്ക് പറ്റും. ഇത് പൊതുവായി എവിടെയെങ്കിലും ഇട്ടാൽ ഓർക്കൊക്കെ എടുക്കാൻ പറ്റും. ഒരു വെള്ളിയാഴ്ച ഉണ്ട് ഗൾഫ് രാജ്യത്തുള്ള പോലെ. അങ്ങനെ ആളുകൾക്കത് കിട്ടും. എന്തിനാ? അത് ആളുകൾക്ക് അത്രയും തെളിവിലേക്ക് വരാനാണ്. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞുവെന്നോ അല്ലെ വേറെ ഏതെങ്കിലും ഒരു പ്രബോധകൻ പറഞ്ഞുവെന്നോ അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. ആളല്ല നമുക്ക് വിഷയം, ആ അവതരിപ്പിക്കുന്ന മാറ്റർ ഉണ്ടല്ലോ, കണ്ടന്റ്. ആ കണ്ടന്റിൽ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് ചില കാര്യങ്ങൾ ഓടിച്ചു പോവുകയാണ്. കാരണം സമയത്തിന്റെ കുറവും നിങ്ങളുടെ അവസ്ഥയും എല്ലാം പരിഗണിച്ചുകൊണ്ട് വേണമല്ലോ ഇതിനെ ക്രമപ്പെടുത്തിയെടുക്കാൻ. ഖുർആൻ മനുഷ്യന്റേതാണെന്ന് പറഞ്ഞു. മുഹമ്മദ് നബി മാനവരാശിക്ക് ആകമാനമുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ. ഇനി പ്രവാചകന്മാർ ലോകത്ത് വന്ന് നിർവഹിച്ച ദൗത്യം എന്തായിരുന്നു എന്ന് നമുക്ക് ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട്, ഒരുപാട് ആളുകളെ നമ്മളിങ്ങനെ വീക്ഷിക്കുന്നുണ്ട്. അതിൽ കാട് കയറിപ്പോയ ആളുകളുണ്ട്, അതുപോലെ പറ്റ അവശതയുടെ ഒന്നുമില്ല, ദീനില്ല, ഒന്ന് ദീന് കൂടി മറിഞ്ഞു പോയത്. രണ്ടിന്റെ ഇടയിലാണല്ലോ ഉണ്ടാവുന്നുണ്ട്. വകദാലിക ജഅൽനാകു ഉമ്മത്തൻ വസത്ത എന്ന് വെറുതെ പറഞ്ഞല്ല, സൂറത്ത് ബഖറയിലാണ് 2-ാം അധ്യായം 143-ാമത്തെ വചനമാണത്. വസത്തിയത്ത് ഉണ്ടാവുക, അങ്ങനെ കൂടുകയും ചെയ്യരുത് കുറയുകയും ചെയ്യരുത്. ആ മധ്യമ നിലപാട്. ഇസ്ലാം അങ്ങ് മൂത്തിട്ട് ഭ്രാന്തായി പോവുക, അങ്ങനെ ആകാൻ പാടില്ല. ഇസ്ലാം തീരെ അല്ലാതായി പോവുക, എന്തിനോടും ഐക്യപ്പെടുക. എന്ത് നാട്ടിൽ നടന്നാലും അതിലൊക്കെ മുന്നിലുണ്ടാവും. പേര് മുസ്ലിമാണ്, പള്ളിയിൽ നിസ്കാരത്തിൽ 1-ാമത്തെ സഫിലും ഉണ്ടാവും. അത് പറ്റില്ല. മനസ്സിലായല്ലോ? അതുകൊണ്ട് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുക. കുറച്ച് ഖുർആൻ വചനങ്ങൾ ഇങ്ങനെ പറ്റെങ്കിലും മനസ്സിലിങ്ങനെ അത്യാവശ്യം നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുമില്ല, ഒരു പേനയും കടലാസായിട്ട് വന്നാൽ മതി. ഇവിടെ ആ അധ്യായം നമ്പർ മാത്രമേ എഴുതിയെടുത്താൽ മതി. ഇംഗ്ലീഷിലോ അറബിയിലോ ഉറുദുവിലോ ഏത് തഫ്സീറും വ്യാഖ്യാനം ഒക്കെ നിങ്ങൾക്ക് നോക്കാം. കാരണം എന്താ, നിങ്ങൾക്ക് എളുപ്പമുണ്ട്. ആ ഖുത്ബയിൽ ഖത്തീബ് ഉദ്ധരിക്കുന്ന മുഴുവൻ അധ്യായവും പറയുന്നുണ്ട്, വചനവും പറയുന്നുണ്ട്. അത് മാത്രമേ 17-14 എന്ന് പറയും. 17-14 അവിടെ എഴുതിയാൽ മതി. മനസ്സിലായി? സൂറത്ത് ഇസ്രായിലെ 14-ാമത്തെ വചനമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് നോക്കി പഠിക്കാം, മനസ്സിലാക്കാം. പൂർവികർ അങ്ങനെ തന്നെയാണോ പറഞ്ഞത്, അല്ല അയാളുടെ പ്രസ്ഥാനം പറഞ്ഞതാണോ എന്നൊക്കെ പരിശോധിക്കാം. അങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ 12-ാം അധ്യായം സൂറത്ത് യൂസുഫാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹ് പറയുന്നൊരു വചനമാണ്. 108-ാമത്തെ വചനമാണ്. 12-ലെ 108-ാമത്തെ വചനം. കുൽ, പറയണേ നബിയെ, ഹാദിഹി സബീലി, ഇതാകുന്നു എന്റെ മാർഗം, ഞാൻ ആരാണെന്നും എന്റെ സ്വഭാവം എന്താണെന്നും ഞാൻ എന്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നതെന്നും പറയൂ നബിയെ. അതൂ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. എങ്ങോട്ട്? ഇത് വലിയൊരു വിഷയമാണ്. അതൂ ഞാൻ നിങ്ങളെ വിളിക്കുന്നു. എങ്ങോട്ട്? സിയാറത്ത് ടൂറിന്. അവിടെ വിളിക്കുന്നവരുണ്ട്. സിയാറത്ത് ടൂറിന്റെ വണ്ടിന്റെ അനൗൺസ്മെന്റ് ഇങ്ങനെ, അല്ലെങ്കിൽ ഇന്ന ദർഗയിലേക്ക്, അല്ലെങ്കിൽ ഇന്ന വലിയിലേക്ക്. ഇസ്ലാം വലിയിലേക്ക് ക്ഷണിച്ചതിനെ എതിർത്ത മതാണ് ഇസ്ലാം. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? സിയമടവൂർ എന്ന ഔലിയ, ആ ഔലിയയിലേക്കുള്ള ക്ഷണം കുഫറാണ് എന്ന് പഠിപ്പിച്ചൊരു മതത്തിന്റെ പേരാണ് ഇസ്ലാം. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ബേജാറ് തോന്നിയില്ലേ? സിയമടവൂരിലേക്ക് ക്ഷണിക്കാന്ന് പറഞ്ഞാൽ അത് കുഫറാണ്, അത് നരകത്തിലേക്കാണ്. നായത്തിറക്കി റബ്ബിന്റെ അക്കുറാൻ കയ്യിൽ പിടിച്ചിട്ടാണ് ഔലിയയിലേക്ക് വിളിക്കുന്നത്. എന്തൊരു അത്ഭുതമാണ് നിങ്ങൾ ചിന്തിക്കുക.
അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനൊരു വികാരജീവിയായിട്ട് പറഞ്ഞാൽ അല്ല. അലാലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദൂ, ബാക്കിയൊന്ന് ആലോചിച്ച് നോക്കിയേ. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി, എന്താ ഇതിന്റെ അർത്ഥം? മിൻ ദൂനിഹി ഔലിയാ, അള്ളാനെ വിട്ടിട്ട് ഔലിയാക്കളിലേക്ക് ക്ഷണിക്കുന്നവർ. എന്ത്? അള്ളാനെ വിട്ടിട്ട് അള്ളാന്റെ ഔലിയാക്കൾ ക്ഷണിക്കുന്ന പിഴച്ച വർഗം. ഒരു പിഴച്ച വർഗാണ്. ഓലെ താടിന്റെ നീട്ടോ, ഒട്ട ജുബക്കുപ്പായത്തിന്റെ നീളോ, വെള്ളം ഇങ്ങനെ മിനുമിനുങ്ങുന്ന വെള്ളയെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, ഒരു പിഴച്ചോലാണ്. എന്റെ മൗലവിയാക്ക് അങ്ങനെ കടുപ്പിക്കണോ? അങ്ങനല്ല കടുപ്പിക്കേണ്ടത്. അടുപ്പിക്കേണ്ട രീതി ഇസ്ലാമിക ഭരണകൂടത്തിലാണെങ്കിൽ വേറെയാണ്. അത് ഞാൻ സംസാരിക്കൂല. അത് മൂർച്ചയുള്ള ചില ആയുധങ്ങളെ സംസാരിക്കും. ആ ഭരണകൂടത്തിന് കീഴിൽ അങ്ങനത്തെവരുണ്ടായാൽ നാവല്ല സംസാരിക്കുക, ഇരുതല മൂർച്ചയുള്ള വേറൊരു സാധനം സംസാരിക്കുക. അതും എന്റെ വകയല്ല കേട്ടോ, ഇസ്ലാമിന്റെ പ്രമാണം പറഞ്ഞു. അലാലില്ലാഹി ദീനുൽ ഖാലിസു വൽ, നിഷ്കളങ്കമായി റബ്ബിൽ കീഴൊതുങ്ങുന്നതിന് പകരം ഔലിയാക്കളിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ. എന്നിട്ട് ആയത്ത് അവസാനിക്കുന്ന എങ്ങനെ അറിയോ? നന്ദി കെട്ട വർഗമാണവർ. ഇതെവിടെയുള്ളത്? ഇന്ന് ഖുതുബ കഴിഞ്ഞിട്ട് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ എന്നോട് പറയണം കേട്ടോ. ഖുർആനിലെ 39-ാം അധ്യായം 3-ാമത്തെ വചനം. അവരെ പറ്റി അള്ളാഹ് എന്താ പറഞ്ഞത്? നന്ദി കെട്ടവർ. അപ്പൊ സീമടവൂരിലേക്ക് വിളിക്കുന്ന ആ കോലങ്ങളുടെ പേരെന്താണ്? നന്ദി കെട്ട വർഗം. ഈ നന്ദി കെട്ട വർഗം എന്ന് മെല്ലെ പറഞ്ഞാൽ പോരാ, നന്ദി കെട്ടവർ കടുപ്പിച്ച് പറയും. അപ്പോഴാ നന്ദികേടിന്റെ ആഴവും പരപ്പും നിങ്ങൾക്ക് മനസ്സിലാവും. നന്ദി കെട്ടവരാണ് കേട്ടോല്, അതുകൊണ്ട് കാര്യമില്ല. ഈ ഖുതുബ കേട്ടിട്ട് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈമാൻ കിട്ടി മരിക്കണം. എന്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും എന്ന വർത്താനം പറഞ്ഞിട്ട് ആളുകളെങ്ങനെ എവിടെയും തൊടാത്തവരാക്കുക പറ്റില്ല. അത് മതപ്രബോധനമല്ല, അത് മതത്തെ ഇല്ലായ്മ ചെയ്യല. ഇനി നിങ്ങൾ ആലോചിച്ചോ, ഖുൽ ഹാദിഹി സബീലി, എന്റെ വഴി ഇതാട്ടോ. ഏത് ലോകത്ത് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 21 എന്താ ഉള്ളത്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ് വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. ആയത്തിന്റെ അവസാന ഭാഗത്തിലെ കടുപ്പുള്ള കരിയ. അള്ളാഹുവിലും മന്ത്യദിനത്തിലും മൗലികമായി വിശ്വസിച്ചുറപ്പുള്ളവരെ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരെ, നിങ്ങൾക്ക് മുഹമ്മദ് നബിയിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃകയിൽ റസൂലുള്ളാഹിനോട് പ്രഖ്യാപിക്കാൻ പറയാണ്. ആളുകളെ സംശയത്തിൽ അങ്ങനെ ഉണ്ടാവരുത്. കുൽ പറയണ നബിയെ, ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ്, ഞാൻ നിയോഗിക്കപ്പെട്ടത് അള്ളാഹുലേക്ക് നിങ്ങളെ ക്ഷണിക്കാനാ. നോക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയെ പറ്റി പറയുന്ന ഒരു വാചകമുണ്ട്. അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലാണ്. ആണ് സൂറത്ത് ബഖറ 2-ാം അധ്യായം 129. അതാ പ്രാർത്ഥന, ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനയാണ്. ഞാൻ പറയണില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. 2-ാം അധ്യായം 129. അവിടെ ഇബ്രാഹിം നബിന്റെ ഒരു ദുആനെ പറ്റി പറയാ. ആ ഇബ്രാഹിം നബി ദുആ ചെയ്തോണ്ടാട്ടോ ഞാന്, എന്റെ നിയോഗം അതിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ആ ഇബ്രാഹിം നബിയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത് ഒബ്രോളിലാണ്, ഇസ്രയേലിന്റെ ഭാഗമാണ്. ആ ദർഗയിലേക്കുള്ള ഒരു ക്ഷണം. പറയൂ നബിയെ, ഞാൻ ഇബ്രാഹിം നബി എന്ന നബിയിലേക്ക് ക്ഷണിക്കാൻ വന്ന ആളാണ്. ഇല്ല, അങ്ങനെ ഒരു വർത്താനല്ല അമ്പിയാക്കൾക്ക്. അമ്പിയാക്കളുടെ മേന്മയെ പറ്റിയോ അമ്പിയാക്കളുടെ മുഅ്ജിസത്തിനെ പറ്റിയോ അമ്പിയാക്കളുടെ കറാമത്തിനെയോ പറ്റി പറഞ്ഞ് അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ നബിമാരിലേക്കോ ഔലിയായിലേക്കോ ക്ഷണിക്കുന്ന ഒരു ദഅവത്ത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ അടിവരട്ടോളി. ഒരൊറ്റ വാചകം കൊണ്ട് പോലും തെളിയിക്കാൻ കഴിയില്ല. നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ദർഗകളിലേക്ക് ക്ഷണിക്കുന്ന ഉലമാക്കളുടെ ഒരു 10 ആളുകൾ ക്ഷണിച്ചോ. ഞാൻ ഒറ്റക്ക് നിന്നിട്ട് സംവദിക്കും. ഖുർആന്റെ വചനം മാത്രം വെച്ചിട്ട് ഔലിയാകളെയും അവരെ കറാമത്തിലേക്ക് ക്ഷണിച്ച ഒരു നബീന്റെ പേരോല് പറഞ്ഞാൽ മതി. പിന്നെ ഈ മിമ്പറിൽ ഞാൻ കയറില്ല. ഒരു നബിയുടെ പേര്, ഔലിയായിന്റെ കറാമത്ത് പറഞ്ഞ് ജനങ്ങളെ ആ ദർഗാ സന്ദർശനത്തിന് ക്ഷണിച്ച ഒരു നബിയുടെ പേര്, ഒരൊറ്റ പ്രവാചകന്റെ പേര്. എന്നാൽ ഞാൻ പറയുന്നത് റബ്ബിലേക്ക് മാത്രമേ അവർ ക്ഷണിച്ചിട്ടുള്ളൂ. അതിൽ നിന്നൊരു നബിയും പുറത്തല്ല. അതിൽ നിന്ന് ഒരു നബിയും പുറത്തല്ല. ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ നബിയും
അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ ഔലിയായിലേക്കോ ജിന്നിലേക്കോ മലക്കിലേക്കോ അവരെ ഇബാദത്ത് ചെയ്യുന്നതിലേക്കോ അവർക്ക് അപ്രമാദിത്വം കൽപ്പിക്കുന്നതിലേക്കോ കാര്യകാരണ ബന്ധത്തിന് അതീതമായ അഭൗതികമായി അവരോട് തേടാമെന്നതിനെ കുറിച്ചോ ഒരു നബിയുടെ വഫാത്തിന് ശേഷം നബിയോട് ചോദിക്കാമെന്നതിനെ കുറിച്ചോ വഫാത്തായ ഒരു നബി കുട്ടികളെ തരും എന്ന വിശ്വാസത്തിലോ ആ ദർഗയുടെ പരിസരത്ത് പോയി നിൽക്കാൻ ഒരു നബിയും മാനവകുലത്തെ പഠിപ്പിച്ചിട്ടില്ല. ഒന്നാമത്തെ വചനം 12-ാം അധ്യായം 108, രണ്ടാമത്തെ വചനം 16-ാം അധ്യായം 125. എല്ലാവർക്കും അറിയാം, നിങ്ങൾ ക്ഷണിക്കണം ഇലാ സബീലി റബ്ബിക, നിന്റെ റബ്ബിലേക്ക്, നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക്, ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹി അഹ്സൻ. സംവാദം നടത്തണം. അള്ളാഹുവിലേക്ക് ക്ഷണിച്ചാൽ മാത്രം പോരാ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ പാടുള്ളൂ എന്ന കാര്യത്തിൽ ഏറ്റവും മാനോചിതമായ സംവാദത്തിൽ ഏർപ്പെടണം എന്നല്ല പറയാം. 16-ാം അധ്യായം 125. അവിടെ ഈ റബ്ബിലേക്കാണ് അടുത്തത്. ഹദാ ബലാഉൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് മുഴുവനുമുള്ള ഒരു ഉത്ബോധനമാണ്. എങ്ങനെ? വലിയുൻദറു ബിഹി വലിയഅലമു അന്നമാ ഹുവ ഇലാഹുൻ വാഹിദ്, അല്ലാഹ് ഏകാരാധ്യനാണ് എന്ന കാര്യം പഠിപ്പിക്കാനാണ് ഈ ഖുർആൻ ഇറങ്ങിയത്. ഖുർആന്റെ പരമ ലക്ഷ്യം അല്ലാഹ് മാത്രമേ ആരാധിക്കപ്പെട്ടുകൂടൂ എന്ന് പറയാനാണ്, ഒരു വലിയിലേക്ക് ക്ഷണിക്കാനല്ല. ഒരു വലിയിലേക്കും ഖുർആനിൽ ക്ഷണമില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. അത് ശരിക്കും മനസ്സിലാക്കണം. ഒരു വലിയിലേക്കും ഒരു വലിയുടെ കറാമത്തിലേക്കും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ക്ഷണമല്ല. കറാമത്തിനെ കുറിച്ച് പരാമർശമുണ്ട്, മുഅ്ജിസത്തിനെ കുറിച്ച് പരാമർശമുണ്ട്. അത് രണ്ടുപോലും അള്ളാഹുവിന്റെ വഹദാനിയത്ത് പഠിപ്പിക്കാനാണ്, അല്ലാതെ സൃഷ്ടികളിലേക്ക് ആരാധന തിരിച്ചുവിടാനല്ല. ശരിക്കും മനസ്സിലായിക്കോളെ. അടുത്ത ഇത് സൂറത്ത് ഇബ്രാഹിം. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളിത് പറഞ്ഞിരുന്നു. ബലാഉൽ ലിന്നാസ് എന്ന പദം അവിടെ വന്നതുകൊണ്ട് അന്നാസ് നമ്മൾ ആ പദം പറഞ്ഞിരുന്നു. 14-ാം അധ്യായം 52-ാമത്തെ വചനം. അതിൽ 52 വചനേ ഉള്ളൂ. അടുത്തത്, ഈ ഭൂമുഖത്ത് വ്യഭിചാരത്തെ കുറിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്, മദ്യപാനത്തിനെതിരെ പ്രസംഗിക്കുന്നവരുണ്ട്, പല തിന്മകൾക്കെതിരെയും സ്ത്രീധനത്തിനെതിരെ പ്രസംഗിക്കുന്ന അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാസംഗികൻ ആരാണ്? അത് പറയുന്ന ഒരു ഖുർആന്റെ വചനമുണ്ട്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, മിമ്മൻ ദആ ഇലല്ലാഹ്. എന്താ മിമ്മൻ ദആ പറഞ്ഞിട്ട് ഒരു ഔലിയാനെ പറയാത്ത, ഒരു അംബിയായിനെ പറയാത്ത, ഒരു മലക്കിനെ പറയാത്ത, ഒരു ജിന്നിനെ പറയാത്ത, ഒരു ശൈഖിനെ പറയാത്ത, ഒരു ബീവിയെ പറയാത്തത്? എന്താ പറയാത്തത്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ, അങ്ങനെ ക്ഷണിച്ചുകൊണ്ട് സംസാരിക്കുന്നവനേക്കാൾ ഉന്നതമായ വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? അള്ളാന്റെ ചോദ്യം. സത്കർമ്മം ചെയ്യുകയും ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് എന്ന് പറയുകയും ചെയ്യുന്നവനേക്കാൾ ഉന്നതൻ. അപ്പൊ അള്ളാഹുലേക്ക് ക്ഷണിക്കേണ്ടത് മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്, ആലിമുകളുടേതല്ല, മുസ്ലിങ്ങളുടെ മൊത്തം ബാധ്യതയാണ്. ഇൽമുള്ളവർക്ക് കൂടുതൽ ബാധ്യതയുണ്ട്. അപ്പൊ അവിടെയും 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്ത് ഹാമീം സജദ 33-ാമത്തെ വചനം. അവിടെയും അള്ളാഹുവിലേക്കാണ് ക്ഷണം. തീർന്നില്ല. ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈആ വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്. 3-ാം അധ്യായം ആൽ ഇംറാൻ 200 വചനാതിലുണ്ട്. 64-ാമത്തെ വചനമാണ്. ആ വചനത്തിൽ എന്താ പറയുന്നത്? വേദക്കാരെ തആലൗ, നിങ്ങൾ വരി. വേദക്കാരെ നിങ്ങൾ വരൂ. ജൂതന്മാരെ, ക്രിസ്ത്യാനികളെ നിങ്ങൾ വരൂ. എന്തിലേക്ക് വരൂ? നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ സമമായ ഒന്നിലേക്ക്. നിങ്ങളുടെ വേദത്തിലും അതുണ്ട്, ഞങ്ങളുടെ വേദത്തിലും അതുണ്ട്. അതെന്താണ് ആ സമമായ ഒന്നെന്താണ്? എല്ലാ വേദങ്ങളിലും സമമായ ഒന്ന് അതെന്താണ്? അല്ലാ നഅബുദ ഇല്ലല്ലാഹ്, അല്ലാഹനല്ലാതെ ആരാധിക്കരുതെന്നും ആ വേദത്തിൽ പിന്നെ എന്തൊക്കെയുണ്ട്? വലാ നുശ്രിക ബിഹി ശൈആ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്ന കാര്യത്തിലേക്ക് വരൂ. ഇനി ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഖുൽ യാ അഹ്ലൽ കിതാബി എന്ന് പറയുന്ന ആരാ? തആലൂ, നിങ്ങൾ വരൂന്ന്. ആര് വരും? ആരെയാ വിളിക്കണത്? ആരാ വിളിക്കണത്? വിളിക്കണ മുസ്ലിമിന്റെ ക്വാളിറ്റി എന്താണ്? അള്ളാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കരുതെന്നും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും ക്രൈസ്തവരോട് പറയുന്ന ഒരാള്. അതുകൊണ്ടാണല്ലോ സമസ്തയിലെ
തെളിച്ചു പറയാനാണ് എനിക്കിഷ്ടം. ഹൃദയത്തിൽ ഒന്ന് വെക്കുകയും മുനാഫിക്കിന്റെ ലക്ഷണം വെച്ച് പുലർത്തുകയും ചെയ്യുന്ന ഇഷ്ടമില്ലാത്തത് കൊണ്ടും ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, മുനാഫിക്കിന് ഏറ്റവും വലിയ സ്ഥാനം നരകത്തിന് അടിത്തട്ടാണെന്ന് സൂറത്ത് നിസാ പഠിപ്പിക്കുന്നത് കൊണ്ടും നിഫാഖ് ശരിയല്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടുത്തെ EK സുന്നിയിൽ നിന്നും AP സുന്നിയിൽ നിന്നും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ ഇന്ന് വരെ ഒരു നൂറ്റാണ്ടിനിടയിൽ ഒരാൾ പോലും ഇല്ലാതായി പോയത് എന്തുകൊണ്ട്? ഒരു ജാക്കിർ നായിക്ക് EK സുന്നിക്ക് ഇല്ലാതായി പോയത് എന്തുകൊണ്ട്? ഒരു അഹമ്മദ് ദീദാത്ത് ഇല്ലാതായി പോയത് എന്തുകൊണ്ട്? ഒരു MM അക്ബർ ഇല്ലാതായി പോയത് എന്തുകൊണ്ട്? തൗഹീദ് സ്വീകരിക്കാത്തൊരു കൗമിന് തൗഹീദിലേക്ക് വരുമെന്ന് അവരോട് പറയാൻ പറ്റൂ? 313 ബദരീങ്ങളെയാണ് ഞാൻ വിളിച്ചത്, അങ്ങനെയാണ് നോർഡൻ സിറ്റിയുടെ പ്രശ്നം പരിഹരിച്ചത് എന്ന് പറയുന്ന അബ്ദുൽ ഹക്കീം അസരിയോട് ക്രിസ്ത്യാനി ചോദിക്കുന്നത് എന്തറിയോ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഞങ്ങൾ തന്നെ 3 ദൈവത്തിലാ, മുക്കൂട്ട് ദൈവത്തിലാ, നിങ്ങൾ 313 അപ്പൊ നിങ്ങളെക്കാൾ ബെറ്റർ ഞങ്ങളാ, അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് ക്ഷണിക്കാൻ ഞങ്ങൾ ഭാഷയുണ്ട്. 313 3ലേക്ക് വന്നോളീ, അപ്പോഴും ഞങ്ങൾ തന്നെ ബെറ്റർ. തലച്ചോറുണ്ടെങ്കിൽ മാത്രം ചിന്തിച്ചാൽ മതി. തലച്ചോറ് അപ്പുറത്തിടം വെച്ചിട്ടാ പോരുന്നെങ്കിൽ എനിക്ക് വർത്താനമില്ലല്ലോ. അത് നിങ്ങളായാലും വേറൊരാളാണ്. എനിക്ക് ഈ മിമ്പറിലെ വേറൊരു മിമ്പറുണ്ട്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്റെ റബ്ബിന് ഒരിക്കലും തൗഹീദ് പറയുന്നിടത്ത് ഒരു ഭംഗം ഇന്ന് വരെ വരുത്തിയിട്ടില്ല. അനാരോഗ്യം പോലും എനിക്കതിനൊരു പ്രശ്നവുമല്ല. അത്ര ഷാർപ്പായി അള്ളാന്റെ ഖുർആൻ താപസി മനസ്സോടെ വായിക്കുന്നത് കൊണ്ട് വേറൊരാളുടെ കാലെണീച്ച് നിൽക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായിട്ടില്ലെന്ന് വരെ. ഞാൻ ഇന്നും ഇന്നലെയും ഓരോ മരണം, ഞാൻ ഇന്നലെ ഒരു മയ്യത്തിനടുത്ത് പോയി നിന്നു. 1 മണിക്ക് ളുഹ്ർ ജമാഅത്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ മയ്യത്തിന്, എൻ്റെ പരിചയമുള്ളൊരു കുടുംബത്തിലൊരു മയ്യത്ത്, ഞാൻ ആലോചിക്കണം, പടച്ചോനെ, കാലും ആപാദ ചൂടെന്ന് പറയും, കാല് മുതൽ ശിരസ് വരെ. അപ്പൊ ശിരസിന്റെ ഭാഗം നമ്മൾ കെട്ടും, കാലിന്റെ ഭാഗം നമ്മൾ കെട്ടും. ഈ 3 കഷ്ടം മല്ല് തുണിയിൽ നാളെ ഞാനും കിടക്കേണ്ടി വരുമല്ലോ റബ്ബേ. ഞാൻ പോരും എൻ്റെ അപ്പനോട് പറഞ്ഞപ്പേ, ഓരോ മയ്യത്തെ ഈ മഹലിൽ കൊണ്ടെക്കുമ്പോൾ ഞാനും നിങ്ങൾ നിസ്കരിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ മഹലിൽ കൊണ്ടെക്കണം. 10 വർഷമായിട്ട് എന്ന് പറഞ്ഞാൽ വാപ്പ അതുവരെ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാനും വാപ്പയും കൂടെ ഉള്ള 10 വർഷമാണ് ആ പറയുന്നത്. ഈ 10 വർഷമായിട്ട് ഓരോ മയ്യത്ത് വരുമ്പോൾ അടുത്തത് നമ്മളാകാന്ന് ചിന്തിച്ചിട്ടാണല്ലോ നമ്മൾ പോണത്. എന്തായിരിക്കും നമ്മുടെ ഒരവസ്ഥ? ഈ ഖുർആൻ മനസ്സിലാക്കി, സുന്നത്ത് മനസ്സിലാക്കി, തൗഹീദ് പറയാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിട്ട് അതിനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരിക്കലും ഒന്നും പറയാതെ, ഞാൻ ഈ കേരളത്തിൽ ഒരു പണ്ഡിതനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും. ഒരു 70-ന്റെയും 60-ന്റെ ഇടയിൽ പ്രായം ഉണ്ടാവും, പകരം മുഹമ്മദ് അഹ്സനി എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ 1 മിനിറ്റ് അള്ളാനെ പറ്റി ജീവിതത്തിൽ ഒരു വാക്ക് പറയാത്ത ഒരു പണ്ഡിതൻ എന്ന് നമ്മൾ അതിനെ പണ്ഡിതൻ എന്ന് വിളിക്കും. അള്ളാഹുവിനെ പറ്റി 1 മിനിറ്റ് ജീവിതത്തിൽ പറയാത്ത ഒരാൾ വല്ലാഹി ഞാൻ വെല്ലുവിളിച്ചു അദ്ദേഹത്തെ ചാലിയത്ത് വെച്ച്. റഹ്മാനായ റബ്ബിനെ കുറിച്ച് നിങ്ങൾ 1 മിനിറ്റ് പറഞ്ഞ ഒരു പ്രസംഗം എന്നെ കേൾപ്പിച്ചാൽ ഞാൻ അങ്ങയെക്കുറിച്ചുള്ള വിമർശനം നിർത്തും. പിറ്റേ താഴ്ച അയാൾ എനിക്ക് മറുപടി പറഞ്ഞ എന്താ അറിയാം? ചാലിയത്ത്, ഞാൻ അള്ളാഹിനെ പറ്റി പറയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ റസൂലിനെ പറ്റി പറയേണ്ട, അത് മതി എനിക്ക് സ്വർഗത്ത് പോകാൻ. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്റെ വെല്ലുവിളി അയാൾ അംഗീകരിക്കുന്നു, അയാൾ അനുയായി അംഗീകരിച്ചല്ലേ എന്നുള്ളതല്ല. ഞാൻ നിങ്ങളോട് ഇങ്ങനെ കണിശമായും വ്യക്തമായും പേരടക്കം പറയുന്നത് എന്തറിയോ? ഒരു ലാലിമിന്റെ കൈകളിൽ അയാളെ തൊപ്പിയും തലപ്പാവും ജുബ്ബയും കണ്ടിട്ട് പെട്ടുപോകരുത് നിങ്ങളോട് പറയാണ്. പ്രത്യേകിച്ച് മഞ്ചേരിക്കാരോട് എനിക്കത് കൂടുതൽ പറയാൻ പറ്റും. കാരണം പല വേഷധാരികൾ ചുറ്റുന്ന സ്ഥലം മഞ്ചേരി. മഞ്ചേരിന്റെ തുടക്കത്തിലെ അങ്ങനെയാണ്. ഫാദർ അലവി, എല്ലാ ജാതിയും മതവും ഉണ്ടാകുന്ന ഒരു നാടാണ്. മുസ്ലിങ്ങളിൽ തന്നെ 73 അല്ല 7500 വിഭാഗം കാണുന്ന ഒരു സ്ഥലമാണ് മഞ്ചേരി. നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് നല്ലോണം സൂക്ഷിച്ച് ജീവിക്കേണ്ടവരാണ് മഞ്ചേരിക്കാർ. കേരളത്തിൽ ഒരാൾക്കില്ലാത്ത ജാഗ്രത ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾക്ക് വേണം. കാരണം എല്ലാ ജാതിയും ഇസ്ലാമിൽ തന്നെ നയിക്കുന്ന ഒരു ഇടാണ്. അത് നിങ്ങൾക്കൊക്കെ സമ്മതിച്ചല്ലോ അല്ലേ? നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് വളരെ ഗൗരവമായി നമ്മൾ ഈ മാറ്റർ കണ്ടേ പറ്റൂ, ഇത് മനസ്സിലാക്കിയേ പറ്റൂ. ഇനി അടുത്ത വാചകം നിങ്ങൾ കേട്ടോ, അല്ലാഹു സുബ്ഹാനഹു വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹി അഹ്സൻ. നിങ്ങൾ വേദക്കാരോട് ഏറ്റവും നല്ല രൂപത്തിൽ സംവാദം നടത്തണം. ഇല്ലല്ലദീന ദലമൂ മിൻഹും, അവരുടെ ളാലിമുകളോട് വേണ്ട. എന്നാൽ സബാസ്റ്റ്യൻ മുന്നക്കലിനെ പോലെ, അനിൽ കൊടിത്തോട്ടത്തെ പോലുള്ള ഒരു സംവാദം വേണ്ട. അള്ളാഹ് പറയാം, അള്ളാഹ് തുറന്നു പറഞ്ഞ് നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. ലാലിമുകളായിട്ട് വേണ്ട, നല്ല മനുഷ്യന്മാരുണ്ടാവുകയിൽ കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് അവരെയായിട്ട്. എന്നിട്ട് അള്ളാഹ് പറയാം, ഉൻസില ഇലൈന വ ഉൻസില ഇലൈക്കും വ ഇലാഹുനാ ഇലാഹും ഇലാഹും വാഹിദ്.
അപ്പൊ നമുക്ക് ക്രിസ്ത്യാനികളോടും ജൂതന്മാരോടും ഒക്കെ നമുക്ക് പറയാനുള്ള പോയിന്റ് എന്തേ ഉള്ളൂ? നിങ്ങളിലേക്ക് ഇറക്കിയ വേദഗ്രന്ഥം അള്ളാഹു ഇറക്കിയതാണ്, ഞങ്ങളിലേക്ക് ഇറക്കിയോ അള്ളാഹു ഇറക്കിയതാണ്. നിങ്ങളുടെ ദൈവം ഒന്നാണ്, ഞങ്ങളുടെ ദൈവം ഒന്നാണ്. ഒരുപാട് ദൈവങ്ങളുണ്ടെന്ന് പറയാനല്ല അള്ളാഹു മുസ്ലിങ്ങളെ നിയോഗിച്ച്. 29-ാം അധ്യായം 46-ാമത്തെ വചന. അടുത്ത വാചകം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന ഒരു വാചകമാണ്. 950 വർഷം തൗഹീദ് പറഞ്ഞ ഒരു നബി, ഒന്നാമത്തെ റസൂൽ അല്ലേ? നിങ്ങൾ ആലോചിച്ചു, നബി പറയും ഖാല റബ്ബി ഇന്നി ദഅൗതു ഖൗമി ലൈലൻ വനഹാറ. 71-ാം അധ്യായം 5-ാമത്തെ വചന. രാവും പകലും നാഥാ ഞാൻ അവരെ വിളിക്കുന്നു. എങ്ങോട്ട്? നിന്നിലേക്ക്. പടച്ചവനെ നിന്നിലേക്ക്. രാവും പകലും വ്യത്യാസമില്ലാതെ. വേറൊരു വർത്താനം നൂഹ് നബി പറഞ്ഞ, നിങ്ങൾ ആരെ കുടുംബം എന്ന് എങ്ങനെ ആവണം, ഭാര്യനോട് ഇങ്ങനെ പെരുമാറണം, മക്കളോട് ഇങ്ങനെ പെരുമാറണം, അളവിലും തൂക്കത്തിലും കച്ചവടത്തിലും കൃത്രിമത്വം, ഇങ്ങനത്തെ ഒരു വാക്കും ആ നബി പറഞ്ഞിട്ടില്ല. കാരണം ഇതൊക്കെ സ്വീകരിക്കേണ്ടത് തൗഹീദുള്ളവരാണ്, അല്ലാണ്ട് കാര്യമല്ല. നാട്ടിൽ കുറച്ച് നന്മ ഉണ്ടാവും ഒഴിച്ചിർത്തിയാൽ അയാൾക്ക് പരലോകത്ത് എന്തുണ്ടാവില്ല? ഒരാൾ യാതൊരു കൃത്രിമത്വവും കച്ചവടത്ത് കാണിച്ചില്ല, പക്ഷെ മൊയ്തീൻ വിളിക്കുന്ന ആളാണോ, അയാൾക്ക് നരകാണെന്നുള്ളത് 1000 വട്ടം പറയേണ്ട, ഒറ്റ വട്ടം പറഞ്ഞാൽ. അയാളെപ്പോലെ സത്യസന്ധ കച്ചവടത്തിൽ ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുക. ഒരു നബി പോലും അയാളെ കവിച്ചു വെക്കൂലെന്ന് വിചാരിക്കുക. എന്നാൽ പോലും അയാൾ നരകത്തില്ല. എന്താ കാരണം? അയാൾ മൊയ്തീൻ ശൈഖിനെ ഒരൊറ്റ വട്ടം വിളിച്ചാൽ മതി. ആ വിശ്വാസമായിട്ടാണ് അയാൾ മരിക്കുന്നതെങ്കിൽ അയാൾക്ക് സ്വർഗ്ഗമില്ല. ഇത് മനസ്സിലാക്കി, ഇപ്പം ഇവിടെ ഇത് കേട്ടിട്ട് ഞാൻ അടുപ്പത്ത് പറയുന്നുണ്ട് ഇവിടെ എണ്ണം കുറയാന്ന് വിചാരിക്കുക. ഇന്നെ ഒഴിവാക്കുക എന്നല്ലാതെ ഈ ശൈലി ഒഴിവാക്കുക നിങ്ങളോട് ആവശ്യപ്പെടുക. അത് അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. അത് മുസ്ലിം സമുദായത്തിനുള്ള ഗുണകാംശക്കെതിരുമാണ്. ഇവിടെ ഒരാൾ കേട്ടിട്ട് അയാളെ ഹൃദയത്തിൽ പടച്ചോ മാത്രം പ്രതിഷ്ഠിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. ഒറ്റ ആളേ ഉള്ളൂ. അടുത്ത വെള്ളിയാഴ്ച ഞാൻ വരുമ്പോ മാഷാ അല്ലാഹ് ഞാൻ ഇതേ സ്ട്രോങ്ങിൽ അയാളോടും പ്രസംഗിക്കും. എനിത് ക്ലാരിറ്റി വരുത്താൻ. കാരണം ഓരോ മയ്യത്ത് കാണുമ്പോൾ അടുത്ത ഞാനായിക്കൂടായില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് എപ്പോഴും അത് പറഞ്ഞ് ഫിനിഷ് ആക്കിപ്പോ ആ അക്കീദ ക്ലിയർ ആയി അതനുസരിച്ച് ജീവിച്ച എന്താ അതിന്റെ അവസ്ഥ അറിയോ? ലോകത്തെല്ലാ തെമ്മാടിത്വം ചെയ്തൊരു മനുഷ്യനെ പരലോകത്തുണ്ടോന്ന് നോക്കത്താത്ത ദൂരത്ത് അയാളെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരിക്കും. അയാളെ കണ്ണുകൊണ്ട് ആ ചങ്ങലയുടെ അറ്റം കാണാൻ പറ്റില്ല. മുത്ത് നബിയാ പറയുന്നത്, കള്ളം പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്. അങ്ങനെ അള്ളാഹ് അയാളോട് ചോദിക്കണം അത്ര എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയാനാണ്? ചങ്ങലന്റെ അറ്റം തന്നെ കാണുന്നില്ല, പിന്നെ എന്ത് ബോധിപ്പിക്കാനാ? അത്രയും വലിയ തെമ്മാടിയാ ഞാൻ. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യുന്നറിയോ? നമ്മളെ ഈ ആധാർ കാർഡില്ലേ, പത്താക്ക എന്ന് പറയും, അതിങ്ങനെ എടുത്ത് ഒരു കാർഡ് എടുത്തിട്ട് ഇയാളെ മുമ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് കാണിച്ചിട്ട് പറയും, ഈ ഒരൊറ്റ കാർഡ് കാരണം നീ സ്വർഗത്തിലാണ്. നിന്റെ കാർഡിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇക്കാര്യത്തിൽ നീ പെർഫെക്റ്റ് ആയിരുന്നു. ബാക്കി ആകാശത്തിന്റെ ചോട്ടിൽ എന്തൊക്കെ തെമ്മാടിത്തുണ്ടോ ഒക്കെ നീ ചെയ്തിട്ടുണ്ട്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ കളങ്കല്ല, അതിന്റെ പേരിൽ സ്വർഗം. ഇനി നിങ്ങൾ ചിന്തിക്കും, അത്രമേൽ പ്രാധാന്യമുള്ള ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് തെറ്റിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അമ്പിയാക്കൾ മുഴുവനും ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച ഈ ഒരാശയം, ഈ ആശയത്തിൽ നിന്ന് തെല്ലും തെറ്റിപ്പോകാതെ ഇത് ഉറപ്പുവരുത്തുക. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഷിർക്കിൻ്റെ അംശങ്ങൾ വരുന്നോ എന്നുള്ളത് വളരെ വളരെ ഗൗരവമായി ഞാൻ ആലോചിക്കണം. ഇന്നലെ പോരുമൻ ഉപ്പാനോട് ഞാൻ പറഞ്ഞു, ഉപ്പ പള്ളിക്കാട്ടിൽ നമ്മളൊക്കെ പോയി നിന്ന് ആ മയ്യത്ത് കബറടക്കി നമ്മളെല്ലാവരും പോന്നല്ലോ, എന്തായിരിക്കും ഇപ്പം അയാളുടെ അവസ്ഥ? അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും റസൂലും പറഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വസിച്ചു. അയാൾ അനുഭവിക്കുന്നൊരു ആ മലക്കുൽ മൗത്തിനെ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഉണ്ടോ? മലക്കുകൾ വന്നിട്ട് റബ്ബുനല്ലാഹ് പറഞ്ഞ ആളുകൾക്ക്, അള്ളയാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞ ആളുകൾക്ക് അവരെടുത്തെന്ന് പറഞ്ഞു പേടിക്കണ്ടട്ടോ, ഭയപ്പെടണ്ട. അതിന്റെ അർത്ഥം എന്താ? അള്ളാനെ റബ്ബായി തൃപ്തിപ്പെടാത്തവന്റെ അടുത്ത് മലക്ക് വരുമ്പോ ഓൻ പേടിക്കും. അവന്റെ കണങ്കാലും കൂടി പിണയും. അവന്റെ തൊട അവൻ മാന്തി പൊളിക്കും. അവന്റെ അസ്വസ്ഥത ചെറുതായിരിക്കില്ല.
ഞാൻ വിചാരിക്കണേ, ഈ മരിച്ച് നമ്മൾ ഈ പൊതിഞ്ഞു വെച്ച ഈ മയ്യത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അയാൾ മലക്കുൽ മൗത്തിനെ കണ്ടിട്ടാണ് മരിക്കണേ. മരിച്ചതിന് ശേഷം ഖബറിലെത്തിയ പിന്നെയും മലക്കുൽ മൗത്തിനെ കാണാൻ പോവുകയാണ്. അയാളുടെ ഒരു അവസ്ഥ ഒരാൾക്ക് വർണ്ണിക്കാൻ കഴിയുമോ? ചെങ്ങൈമാര് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ ഉണ്ടോ? മനുഷ്യൻ ജീവിച്ച് മുദ്ര അടയാളപ്പെടുത്തിയ ആ ലൈഫില്ലേ, അത് അവസാനിക്കുന്ന നിമിഷം ഏത് എന്ന് നമുക്കറിയോ? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോടും കുട്ടികളോടും എല്ലാവരോടും അറമാദിച്ച് ജീവിക്കുന്നതിനൊക്കെ പകരം കുറെ കൂടെയൊക്കെ അള്ളാഹുവിൻ്റെ വചനത്തിലേക്ക് വരികയും അതിനനുസരിച്ച് ജീവിക്കുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെ വളരെ ഗൗരവമായി എല്ലാ ദിവസവും ഒരു 3 ആയത്ത് അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്ന് വായിച്ചു നോക്കിയാൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്നതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ആർക്കും മനസ്സിലാകാതെ പോകില്ല. ഒരേ ഒരു കാര്യം, വാട്സപ്പിൽ എത്ര സമയം തോണ്ടുന്നുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കും. ഒരു ദിവസം എത്ര ഏറ്റവും കൂടുതൽ ഭാര്യയുടെ മുമ്പിലും മക്കളുടെ മുമ്പിലും ചെലവഴിക്കുന്നതിനേക്കാളും പൊന്നു മുസൽമാനെ ഈ സാധനം തോണ്ടുന്നതിന് മുമ്പിലല്ല നിങ്ങളും ഞാനും. എന്തിന് ആ രാവിലെ സുബൈക്ക് സലാം വിട്ട് ദിക്റൊക്കെ ചൊല്ലി വെറും 5 മിനിറ്റ് ഒരു 3 ആയത്ത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്ത അർത്ഥസഹിതം നോക്കിയാൽ എനിക്ക് ഉറപ്പുണ്ട് ഒരാളും തെറ്റിപ്പോകില്ല. നിങ്ങൾ ഒരു അറബി കോളേജിലും പോകണ്ട, നിങ്ങൾ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയിലും പഠിച്ച് വലിയ ആലിമുകളാകണ്ട. ആ അള്ളാഹുവിന്റെ ഖുർആൻ മനുഷ്യരോട് പറയുന്ന ഹൃദയത്തിൽ തട്ടുന്ന ആ സംവദിക്കുന്ന രീതി ഉണ്ടല്ലോ, പടച്ചോന്റെ ഖൈറുൽ കലാമി കലാമുല്ലാഹ്, അതൊന്നെടുത്ത് വായിച്ചു. അത് വായിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു വൈബ്രേഷൻ, അല്ല തന്നെ പറഞ്ഞ ഒരു രോമാഞ്ചം ഉണ്ടാകുമായിരിക്കും. വെറുതെ ഇന്ന് ഉറപ്പിച്ച് വിശ്വസിക്കും. ഇവിടെ നിന്റെ ഖുതുബ കേൾക്കുന്ന മുഴുവൻ ആളുകളും നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ഓരോ ഖുതുബ ഇവിടെ സോഷ്യൽ മീഡിയ കയറിയാൽ ഓരോ അറബ് രാജ്യത്ത് ഇന്ന ഓരോരുത്തർ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് യൂട്യൂബിൽ എങ്ങനെ ഇടുമ്പോൾ ഇത് എവിടെ നടന്നാണ്, അവിടെ നടന്നാണോ, ഇവിടെ നടന്നാണോ എന്ന് വെച്ചു. ഞാൻ പറയുന്നത് ഒരു ഖുതുബയാണ്. ആ ഖുതുബ ബാക്കിയുള്ളവർക്ക് നമ്മൾ ഇവിടുന്ന് കേട്ടു, നമുക്കൊരു മാറ്റവും ഇല്ല എന്ന് വിചാരിക്കുക. സൗദി അറേബ്യയിൽ നിന്നാണ് ഒരുത്തൻ കരയുന്നത്, പൊട്ടിക്കരയുന്നത്. കഴിഞ്ഞ ആഴ്ച എന്റെ ഖുതുബയിൽ ഒരു വാചകം കേട്ടിട്ട് വെള്ളം നിന്നിട്ടൊരു ഖുതുബയിലെ ഒരു ഭാഗം പറഞ്ഞല്ലോ, അത് കേട്ടിട്ടൊരു മുസ്ലിം പറഞ്ഞത്ര ഈ ഖുർആൻ ഒന്ന് പഠിക്കണം. ആ വെള്ളത്തെക്കുറിച്ച് ഒരു പോയിന്റ് പറഞ്ഞിട്ടാണ് എറണാകുളത്ത് ഒരാൾ ഹിദായത്തിൽ വന്നത്, ഒരു റിട്ടയർഡ് എഞ്ചിനീയർ. പക്ഷെ ഇതൊക്കെ കേട്ട നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്താ? പറഞ്ഞു പോവുകയാണ്, സമയം എടുത്തു പോവുകയാണ്. പടച്ചോൻ ഇത് ഉൾക്കൊണ്ട് ഈ അടുത്ത ആഴ്ച ഇത് പറയാൻ അവസരം ഉണ്ടായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് സുഹൃത്തുക്കളെ അതുകൊണ്ട് ചിന്തിക്കുക, ഖുർആൻ പഠിക്കാൻ സന്നദ്ധരാവുക. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഒരു 3-4 തുടർച്ച നമുക്ക് ഈ കാര്യം ഒന്ന് ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. ഇത് ക്ലിയർ ആകാതെ നമ്മളിവിടെ ജീവിച്ചിട്ട്, ഇതിന്റെ ദഅവത്ത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ നമ്മൾ ജീവിച്ചിട്ട് വലാവും ബറാവും ഒക്കെ നമുക്ക് പഠിക്കേണ്ടത് ഇതിന്റെ ഭാഗമായിട്ടാണ്. എന്തിനാണ് വലാ, എന്തിനാണ് ബറാ? അത് പഠിച്ചിട്ടില്ലെങ്കിൽ മഞ്ചേരിയിലൊക്കെ വലിയ പ്രശ്നമുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാണ്. ഞാനത് പരന്ന് പറയുന്നില്ല. അള്ളാഹു ഖൈർ നൽകട്ടെ. സൂക്ഷിച്ച് ജീവിക്കണം, ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ മസ്ജിദിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട നല്ലൊരു ഫണ്ട് നിങ്ങൾ കൊടുക്കാറുണ്ട്. ഏറ്റി കൊടുക്കാൻ ശ്രമിക്കുക. ഇന്ന് 10 കൊടുക്കുന്ന ഒരാള് നാളെ അതൊരു 20 ആക്കി നോക്കുക. ഒരു 40 കൊല്ലം 40 ഒക്കെ കൊടുത്ത ആള് അതൊരു 400 ആക്കാൻ ശ്രമിച്ചു നോക്കുക. 40 കൊല്ലം 220 നോട്ട് കൊടുത്തില്ലേ? 40 കൊല്ലം കൊടുത്തില്ലേ കൈമാരെ? നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്കി. ഇതിൽ 10ാമത്തെ വയസ്സുള്ളപ്പോ 10 ഉറുപ്പ്യ കൊടുത്ത ആള് 60 വയസ്സിലും കൊടുക്കണ 10 ഉറുപ്പ്യ. കഷ്ടമാണ്. അത്രയും ഞാൻ പറയുള്ളൂ. ബാക്കി നിങ്ങൾക്ക് ഒരു ലജ്ജ തോന്നുന്നുണ്ടെങ്കിൽ 10 ഉറുപ്പ്യ കൂട്ടി കൊടുത്തേക്ക്. സർവശക്തനെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ചിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരുകൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തല നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തും. ഏതേത് പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കും. ശിർക്കിന്റെ ഒരു അംശവും ജീവിതത്തിൽ വരാതിരിക്കാനും അള്ള ചെയ്ത സകലമായ അനുഗ്രഹങ്ങളോടും നന്ദി കാണിക്കുന്ന ഒരു നല്ല നന്ദിയുള്ള അടിമയാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം അത് അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ആക്കിത്തരട്ടെ. കാഫിറായി മരിക്കേണ്ട ഒരവസ്ഥ നമുക്ക് വന്നാൽ അത് വരാതിരിക്കട്ടെ. നമ്മുടെ മക്കളുടെ കാര്യത്തിലൊക്കെ നിതാന്ത ജാഗ്രത പുലർത്തും. മക്കളോടും ഞാൻ പറയണം, കോളേജ് വിദ്യാർത്ഥികളോട്, മക്കളെ ഈ ലോകത്ത് കാണുന്ന ദുനിയാവിന്റെ പളപളപ്പല്ല, അതിനപ്പുറത്ത് ജീവിതത്തെ ഗൗരവമായി കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما
ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.